ഭൂട്ടാൻ വാഹനക്കടത്തിൽ ദുൽഖറിന്റെ വീട്ടിൽ ഇ ഡി റെയ്ഡ്. കസ്റ്റംസ് പരിശോധനയ്ക്ക് പിന്നാലെയാണ് ഇ ഡിയും റെയ്ഡ് നടത്തുന്നത്. ദുൽഖറിന്റെ വീട്ടിലടക്കം 17 ഇടങ്ങളിലാണ് പരിശോധന. വിശദാംശങ്ങളുമായി നിഷ ദിലീപ് ചേരുകയാണ്. നിഷ, ദുൽഖറിന്റെയും മമ്മൂട്ടിയുടെയും വീടുകളടക്കം 17 ഇടങ്ങളിൽ, അതും കൊച്ചിയിലും ചെന്നൈയുമായിട്ടാണ് ഒരേ സമയം വ്യാപകമായ റെയ്ഡ് നടക്കുന്നത്, അല്ലേ? മറ്റു വിശദാംശങ്ങൾ കൂടി. മമ്മൂട്ടിയുടെ പനമ്പള്ളി നഗറിലെ വീട്ടിലും ദുൽഖർ സൽമാന്റെ ഇളംകുളത്തെ വീട്ടിലും ഒപ്പം തന്നെ അമിത് ചക്കാലക്കലിന്റെ ലിസി ആശുപത്രിക്ക് സമീപമുള്ള വീട്ടിലുമൊക്കെ റെയ്ഡ് നടക്കുന്നുണ്ട്. ഇന്ന് രാവിലെ 7 മണിയോട് കൂടിയാണ് റെയ്ഡ് ആരംഭിച്ചത്. റെയ്ഡ് ഇപ്പോഴും തുടരുകയാണ്. ഇ ഡിയുടെ റെയ്ഡാണ് നടക്കുന്നത്. കസ്റ്റംസ് ഇതിൽ അന്വേഷണം തുടരുന്നതിനെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി ഇക്കാര്യത്തിൽ ഇപ്പോൾ ഒരു പരിശോധനയുമായി എത്തിയിരിക്കുന്നത്. എന്തായാലും കസ്റ്റംസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡിയുടെ പരിശോധന. ഈ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നേരത്തെ മുതൽ തന്നെ പരിശോധിക്കുന്നതാണ്. എന്തായാലും പ്രാഥമികമായി ഇത്തരത്തിലൊരു കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഈ ദുൽഖറിന്റെയും മമ്മൂട്ടിയുടെയും കൊച്ചിയിലെയും ചെന്നൈയിലെയും വീടുകളിലേക്ക് പരിശോധനയുമായി ഇ ഡി ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നത്. ഈ ഭൂട്ടാൻ വാഹനക്കടത്തിൽ ഇതുവരെ ഈ കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്നത് ഏതാണ്ട് 37 വാഹനങ്ങൾ മാത്രമാണ്. ആ ഒരു സമയത്ത് തന്നെ 170ഓളം വാഹനങ്ങൾ ഇത്തരത്തിൽ കേരളത്തിലേക്ക് മാത്രം കടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളുണ്ട്. ഈ 170 വാഹനങ്ങൾ കേരളത്തിലേക്ക് മാത്രം കടത്തി എന്ന് പറയുമ്പോൾ പോലും നിലവിൽ കസ്റ്റംസിന് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് ഏതാണ്ട് 37 വാഹനങ്ങൾ മാത്രമാണ്. കസ്റ്റംസിന് ഇക്കാര്യത്തിൽ നിഷ, ഇത്തരത്തിൽ വ്യാപകമായ പരിശോധന നടക്കുന്നു. ദുൽഖറിന്റെ വീടുകളിൽ, മമ്മൂട്ടിയുടെ വീട്ടിൽ റെയ്ഡ്, ഒപ്പം അമിത് ചക്കാലക്കൽ, പൃഥ്വിരാജ് ഇവരുടെ വീടുകളിലും റെയ്ഡ് നടക്കുന്നുണ്ടോ? എങ്കിൽ കൂടുതൽ താരങ്ങളുടെ വീടുകളിലേക്ക് പരിശോധന വ്യാപിപ്പിക്കാൻ തന്നെയാണോ ഇ ഡിയുടെ തീരുമാനവും? അമിത് ചക്കാലക്കലിന്റെ കൊച്ചിയിലെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നുണ്ട്. പൃഥ്വിരാജിന്റെ കൊച്ചിയിലെ വീട്ടിലല്ല റെയ്ഡ് നടക്കുന്നത്. പൃഥ്വിരാജിന്റെ ചെന്നൈയിലെ വീട്ടിലാണ് റെയ്ഡ് നടക്കുന്നതാണ് വിവരം. എന്തായാലും നിലവിൽ പൃഥ്വിരാജിന്റെ കൊച്ചിയിലെ വീട്ടിൽ റെയ്ഡ് ഇല്ല. നിലവിൽ മമ്മൂട്ടിയുടെ പനമ്പള്ളി നഗറിലെ വീട്, ഇത് മമ്മൂട്ടിയും ദുൽഖർ സൽമാനും ഒക്കെ താമസിച്ചിട്ടുള്ള വീടാണ്. ഇതിപ്പോൾ മമ്മൂട്ടി ഹൗസ് എന്ന് പറഞ്ഞ് റെന്റിന് നൽകുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഇഡിയുടെ പരിശോധന നടക്കുന്നുണ്ട്. എന്തായാലും ഈ വാഹനങ്ങൾ കടത്തിയതിന്റെ അടക്കം എന്തായാലും കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ രേഖകളടക്കം കണ്ടെത്തുന്നതിനായാണ് ഇത്തരത്തിലൊരു പരിശോധന നടക്കുന്നത്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കസ്റ്റംസിന് ചില ഈ അന്വേഷണത്തിലേക്കൊക്കെ കൂടുതൽ കടക്കുന്നതിന് പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റംസിന്റെ കണ്ടെത്തലുകൾ ഏതാണ്ട് 37 വാഹനങ്ങൾ മാത്രമാണ് ഇതുവരെ കണ്ടെത്താനായത്. അപ്പോഴാണ് കൂടുതൽ കേന്ദ്ര ഏജൻസികൾ ഈ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. ഇ ഡി മാത്രമല്ല, ഒപ്പം തന്നെ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും ഈ കള്ളപ്പണ ഇടപാടുകളിൽ ഏതാണ്ട് വ്യക്തത അല്ലെങ്കിൽ സ്ഥിരീകരണം വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ പരിശോധനയിലേക്ക് ഇ ഡി കടക്കുന്നത്. മമ്മൂട്ടിയുടെ പനമ്പള്ളി നഗറിലെ വീട്ടിലും ഒപ്പം തന്നെ ദുൽഖർ സൽമാന്റെ ഇളംകുളത്തെ വീട്ടിലുമാണ് ഇ ഡി ഉദ്യോഗസ്ഥർ രാവിലെ തന്നെ എത്തി പരിശോധനകൾ. നിഷ പറഞ്ഞതുപോലെ തന്നെ ഈ കസ്റ്റംസിന്റെ പരിശോധനയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഇ ഡിയും വ്യാപകമായ രീതിയിലുള്ള പരിശോധനകൾ നടക്കുന്നത്. അതേ കൊച്ചിയിൽ മാത്രം ഒതുങ്ങുന്നില്ല, ചെന്നൈയിലും ഇവരുടെയൊക്കെ വസതികളിലടക്കമാണ് റെയ്ഡ്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകളിലേക്ക്, കൂടുതൽ നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് തീരുമാനം, അല്ലേ? കെ പി, അങ്ങനെ തന്നെയാണ്. കാരണം ഈ കൂടുതൽ പരിശോധനകളിലേക്ക് കടക്കേണ്ടതുണ്ട്. കാരണം ഇതിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. നമുക്കറിയാം, വിന്റേജ് കാറുകൾ ഇത് കൂടുതലും ഈ ഓടിക്കുന്നതിനേക്കാളും പ്രധാനം ഇവരുടെ ഗ്യാരേജുകളിലൊക്കെ ഒരു പ്രദർശന വസ്തുവായിട്ട് അല്ലെങ്കിൽ ഒരു ആഡംബര വസ്തുവായി ഇത് സൂക്ഷിക്കുന്നു. എന്തായാലും ഇതിന് വലിയ വില കൊടുത്ത് ഈ വാഹനങ്ങൾ വാങ്ങുന്നു, നികുതി വെട്ടിച്ച് ഭൂട്ടാനിൽ നിന്ന് കടത്തിക്കൊണ്ടുവരുന്നു. ആ ഒരു സമയത്ത് ഈ കള്ളപ്പണ ഇടപാടുകൾ നടത്തി കൂടുതൽ പണം ഇതിലേക്ക് മുടക്കി കള്ളപ്പണ ഇടപാടുകളൊക്കെ നടത്തിയാണ്, അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഈ വാഹനങ്ങൾ വാങ്ങിയത് എന്നുള്ള രീതിയിലും അന്വേഷണം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഭൂട്ടാനിൽ നിന്ന് 117 വാഹനങ്ങൾ ഭൂട്ടാൻ സൈന്യം ലേലം ചെയ്തു എന്ന് പറയുമ്പോൾ പോലും 170 വാഹനങ്ങളുടെ ഉടമകളെ കുറിച്ചുള്ള വിവരം കസ്റ്റംസിന് ലഭിച്ചിട്ടുണ്ട്. ആ രീതിയിൽ അന്വേഷണം പോകുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ കൂടുതൽ കേന്ദ്ര ഏജൻസികൾ ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. കള്ളപ്പണ ഇടപാടുകളിലടക്കം കൃത്യമായ സൂചനകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അന്വേഷണം ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇ ഡിയുടെ പരിശോധന ഈ ദുൽഖറിന്റെയും ഒപ്പം തന്നെ മമ്മൂട്ടിയുടെയും വീടുകളിൽ നടക്കുന്നത്. ഒരേ സമയം തന്നെ 17 ഇടങ്ങളിൽ പരിശോധന, ചെന്നൈയിലടക്കമുള്ള സ്ഥലങ്ങളിൽ പരിശോധന നടത്തുന്നുണ്ട്.
ആ രീതിയിലേക്ക് അന്വേഷണം പോകുന്നുണ്ട്. ഇന്നലെ ദുൽഖറിന്റെ ഹർജി പരിഗണിച്ചപ്പോൾ ഈ ദുൽഖറിന്റെ 4 വാഹനങ്ങൾ ഇത്തരത്തിൽ നികുതി വെട്ടിച്ച് കടത്തി എന്ന് കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്ന ദുൽഖറിന്റെ 4 വാഹനങ്ങളുണ്ട്. ഇതിൽ 3 വാഹനങ്ങൾ മാത്രമാണ് ഇതുവരെ കസ്റ്റംസിന് കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ 4ാമത്തെ വാഹനത്തിന് വേണ്ടിയുള്ള പരിശോധന അല്ലെങ്കിൽ അന്വേഷണം തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു പരിശോധന നടക്കുന്നത്. കൃത്യമായി ഈ വാഹനത്തിന്റെ രേഖകളടക്കം ഹാജരാക്കാൻ ഇതിന്റെ പല വാഹന ഉടമകൾക്കും കഴിഞ്ഞിട്ടില്ല. ഇടനിലക്കാർ വഴിയാണ് പ്രധാനമായും ഈ വാഹനങ്ങൾ എത്തിച്ചിരിക്കുന്നത്. സാർ തന്നെയാണ് ഈ അമിത് ചക്കാലക്കലിനെ ചോദ്യം ചെയ്തപ്പോൾ അമിത് ചക്കാലക്കൽ പറഞ്ഞൊരു കാര്യം, എല്ലാ രേഖകളുമുണ്ട്, ഇടനിലക്കാർ വഴിയാണ് ഇത്തരത്തിൽ വാഹനം എത്തിച്ചത്. എന്നാൽ അതേസമയം തന്നെ അഭിനേതാവ് നടൻ ഒരു ഇടനിലക്കാരനായി പ്രവർത്തിച്ചിരുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. അതായത് വളരെ വ്യക്തത വരുത്തേണ്ടതുണ്ട് ഈ ഇടപാടിലടക്കം. നേരത്തെ ഇത്തരത്തിൽ വാഹനങ്ങൾ കടത്തിക്കൊണ്ടുവരുമ്പോൾ റോഡുകളിൽ പരിശോധനകളൊന്നുമില്ലാത്തത് ഇത്തരക്കാർക്ക് സഹായകരമായി എന്ന രീതിയിലുള്ള വിലയിരുത്തലും വിമർശനമുണ്ടായിരുന്നു. അതായത് പല രീതിയിലും ഇത്തരത്തിലുള്ള ഇടപാട് നടത്തുന്നവർക്ക് സഹായകരമാകുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അത്തരത്തിലുള്ള ഉന്നതരുടെ പിന്തുണയടക്കം ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള വിശദാംശങ്ങളും ലഭ്യമാണ്. ഇതിൻ്റെ ഒരു സ്ഥിരീകരണം അതിനു വേണ്ടിയുള്ള ഒരു വ്യാപകമായ പരിശോധനയാണ് നടക്കുന്നത് അല്ലേ? കെ പി, അങ്ങനെ തന്നെയാണ്. ആ രീതിയിലുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പരിശോധനകൾ നടക്കുന്നത്. ഈ ദുൽഖർ സൽമാന്റെ വീടും ഒപ്പം മമ്മൂട്ടിയുടെ വീടും അമൽ ചക്കാലക്കലിന്റെ വീടും ഈ 3 ഇടങ്ങളിലാണ് കൊച്ചിയിൽ നിലവിൽ ഇഡിയുടെ റെയ്ഡ് നടക്കുന്നത്. ഇതിൽ കൃത്യമായി തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കടത്തി എന്ന് കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്ന ആളുകൾ, അത് ഇടനിലക്കാരുണ്ട്. ഒപ്പം തന്നെ സിനിമാ മേഖലയിൽ ദുൽഖർ, അമിത് ചക്കാലക്കൽ, പൃഥ്വിരാജ് അങ്ങനെയുള്ള ആളുകളുണ്ട്. അവരിൽ നിന്നൊക്കെ ഈ വിവരങ്ങൾ കൂടുതലായി തേടേണ്ടതുണ്ട്. ഈ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട ഇടനിലക്കാരിൽ നിന്ന് പോലും ഈ കൃത്യമായി വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സംബന്ധിച്ച വിവരങ്ങൾ ഇനിയും ലഭിക്കാനുണ്ട്. പലരും ഈ ഭൂട്ടാനിൽ നിന്ന് ഹിമാചൽ പ്രദേശിലുമൊക്കെ കൊണ്ടുവന്ന് റീ രജിസ്ട്രേഷൻ നടത്തി എംപരിവാഹൻ സൈറ്റിലൊക്കെ ഡീ രജിസ്ട്രേഷൻ നടത്തിയിട്ടാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഒന്നും രേഖകൾ കൃത്യമായി കണ്ടെത്താനായി കസ്റ്റംസിന് കഴിഞ്ഞിട്ടില്ല. ആ ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ കേന്ദ്ര ഏജൻസികൾ ഈ അന്വേഷണവുമായി സഹകരിക്കും എന്നുള്ള രീതിയിൽ കസ്റ്റംസ് തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. മാത്രമല്ല, ഈ ഹൈക്കോടതിയിൽ ഇഡിയുടെ അഭിഭാഷകൻ മറ്റൊരു കേസ് പരിഗണിക്കുന്ന സമയത്തും ഇഡിയും ഒപ്പം തന്നെ ഇഡി ഈ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുന്നുണ്ട്, അന്വേഷണം നടക്കുന്നുണ്ട്, അതിന്റെ പ്രാഥമിക അന്വേഷണങ്ങളാണ് നടക്കുന്നത് എന്നൊക്കെ ഇഡിയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയെയും അറിയിച്ചിരുന്നു. അത് മറ്റൊരു കേസ് പരിഗണിക്കുന്ന ഒരു സമയത്തായിരുന്നു അറിയിച്ചിരുന്നത്. എങ്കിൽ പോലും പ്രാഥമിക അന്വേഷണം മാത്രമല്ല, വിശദമായ അന്വേഷണം ഒക്കെ നടത്തി അതിന്റെ കൃത്യമായ തെളിവുകൾ ഇതിൽ കള്ളപ്പണ ഇടപാടുകൾ അടക്കം നടന്നിട്ടുണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ റെയ്ഡ് നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ദുൽഖറിന്റെ ഇളംകുളത്തെ വീടാണ്. ദുൽഖറിന്റെ ഇളംകുളത്തെ വീട്ടിൽ കസ്റ്റംസ് ഇഡി ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. ഇഡി ഉദ്യോഗസ്ഥർ 7 മണിയോടുകൂടി ഈ വീട്ടിലേക്ക് കയറിയിട്ടുണ്ട്. കൂടുതൽ ഉദ്യോഗസ്ഥരുണ്ട്. ഇവർ ഈ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ ഒപ്പം തന്നെ ഇതിന് പണം ട്രാൻസാക്ഷൻ എങ്ങനെയാണ് നടന്നിരിക്കുന്നത് ആ കാര്യങ്ങളൊക്കെയാണ് പരിശോധിക്കുന്നത്. എന്തായാലും നിലവിൽ മമ്മൂട്ടിയുടെ പനമ്പള്ളി നഗറിലെ വീട്ടിലും നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ദുൽഖർ വീട്ടിലും ഒപ്പം തന്നെ അമിത് ചക്കാലക്കലിന്റെ ഡിസി ആശുപത്രിക്ക് സമീപമുള്ള വീട്ടിലും പരിശോധനകൾ തുടരുകയാണ്. കെ പി, ഭൂട്ടാൻ വാഹനക്കടത്തിൽ ദുൽഖറിന്റെ വീട്ടിൽ ഇഡി റെയ്ഡ് പുരോഗമിക്കുകയാണ്. കസ്റ്റംസ് പരിശോധനയ്ക്ക് പിന്നാലെ തന്നെയാണ് ഇഡിയും റെയ്ഡ് നടത്തുന്നത്. ദുൽഖറിന്റെ വീട്ടിലടക്കം 17 ഇടങ്ങളിലാണ് പരിശോധന. മമ്മൂട്ടിയുടെ വീട്ടിൽ പരിശോധന നടക്കുകയാണ്. അമിത് ചക്കാലക്കൽ എന്ന നടന്റെ വീട്ടിലും പരിശോധന നടക്കുകയാണ്. നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്.